പ്രസിഡന്റ് എൻ്റെ കൂട്ടായി ശ്രീ സലാം താണിക്കാട് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. ആദരനായ ഈ പരിപാടിയുടെ ഉദ്ഘാടകർ നിർവഹിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുപരിതൻ, ആകാശവാണി ദീർഘകാലം ശബ്ദത്തിലൂടെ കേട്ട് നമ്മളൊക്കെ പുതിയ തലമുറകൾക്ക് ഒരു അറിവിൻ്റെ മുഖമായ നമ്മുടെ അക്കീം കൂട്ടായി, പ്രിയപ്പെട്ട നമ്മുടെ നറുക്കെടുപ്പ് ആദ്യമായി ഉദ്ഘാടകർ നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് എല്ലാവർക്കും ഒരു മാതൃകയാണ് നമ്മുടെ ഇദ്രിസ് തങ്ങൾ. അതിലുപരിയമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എൻ്റെ കൂട്ടായിയുടെ ഏത് പരിപാടികൾക്കും നമ്മുടെ കൂട്ടായിക്കാരനെ പോലെ തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിലെല്ലാ പരിപാടികളിലും ഒരു നിറഞ്ഞ സാന്നിധ്യത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട മംഗലത്തുകാരനാണെങ്കിലും ആൾ പുറത്തുകാരനാണ്, ഇപ്പം മംഗലത്ത് താമസക്കാരനാണെങ്കിലും നമ്മുടെ MGMൻ്റെ മാനേജിംഗ് ഡയറക്ടർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഗഫൂർ. നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, സഹായമുണ്ട്, സാമ്പത്തികമായും ശാരീരികമായിട്ടൊക്കെ നിറഞ്ഞ ഒരു സാന്നിധ്യമാണ് ഉണ്ടാവാറുള്ളത്. ഈ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ അഡ്മിൻ പാനലിലെ CV അനീഫ സാഹിബ്, പ്രിയപ്പെട്ട നാസർ താണിക്കാട്, നമ്മുടെ PP സഹീറിൻ്റെ സാന്നിധ്യം. ഇതിൽ നമ്മുടെ നാട്ടിൽ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അബോക്കൻ്റെ മകളുണ്ട്. എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു അബോക്കൻ്റെ മകള് ഇതിലിരിക്കുന്നത് ഉന്നതമായ ഒരു പദവി അല്ലാഹു നല്ല രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താ വെച്ചാൽ അവരൊരു മൗലാന കോളേജിലെ വൈസ് ചാൻസലർ അഡീഷണൽ പ്രിൻസിപ്പളായും കൊണ്ടാണ് ഇതിൻ്റെ സാന്നിധ്യമുള്ളത്. അത്തരമുള്ള ആളുകൾ അവരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യം അതാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് കാണിക്കാനുള്ള നമ്മുടെ നാടിൻ്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നമുക്ക് പക്കിമകരപ്പെടുത്തവരൊക്കെ റിട്ടയർമെൻ്റായി. നമുക്ക് വലിയൊരു നീണ്ട റിട്ടയർമെൻറ്റ് വർഷമായിരുന്നു നമുക്ക് ഈ വർഷം. നമ്മുടെ പ്രിയപ്പെട്ട ജബ്ബാർ അഹമ്മദ്, അതുപോലെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ, ഇപ്പം ഹക്കീമാക്കാൻ്റെ റിട്ടയർമെൻറ്റ് നമുക്ക് റിട്ടയർമെൻറ്റ് വർഷമാണ്. അപ്പോൾ പുതിയ ആളുകൾ, പുതിയ ഒരു ആളുകൾ വരും. നമ്മുടെ പി റഷീദാക്ക ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിട്ടാണ് റിട്ടയർമെൻ്റ് ആയത്. മഹറലി എന്ന് പറയുന്ന ഹക്കീമാക്കാൻ്റെ കുറേ മുന്നേ ഉണ്ടായിരുന്നു മഹറലി. അതിലൊരുപാട് ആളുകൾ ഇപ്പം നമുക്ക് ഗായകന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, ചിത്രരചനക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടായിയുടെ പൈതൃകം നിലനിൽക്കുന്നതിന് വേണ്ടി, കൂട്ടായിയുടെ നാമധേയം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ ഇനിയും സംഭാവന ഉണ്ടാവണം. അപ്പോൾ മറ്റൊന്ന് പ്രിയപ്പെട്ട സീതിയാക്ക, ഞാനും സീതിയാക്കയും കൂടെ ഇതിൻ്റെ തുടക്കം 3 വർഷക്കാലം സീതിയാക്ക പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറിയുമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അലാവുദ്ദീൻ മാഷാണ് നീണ്ട 4 വർഷത്തിൻ്റെ കാര്യദർശിനിയായി പ്രവർത്തിച്ച സംഘടന നല്ലൊരു സംവിധാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഘടനാ സംവിധാനത്തോട് ഒരു കുഴപ്പം വരാത്ത രീതിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമോട് കൂടി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ TBR കൂട്ടായി പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട അബോക്ക ട്രഷറും അലാവുദ്ദീൻ മാഷ് സെക്രട്ടറിയായും കൊണ്ട് നീണ്ട നല്ലൊരു കൂട്ടം ആളുകളുടെ അകമൊഴിഞ്ഞ പിന്തുണയോട് കൂടി നമ്മുടെ മുസ്തഫ പ്രവാസി, അദ്ദേഹം റഹീം മരക്കാർ അഡ്മിൻ പാനൽ അംഗങ്ങളായി കൊണ്ട് നല്ല ഒരു പറ്റം നമ്മുടെ നാട്ടുകാരിലെ നല്ല ആളുകളുടെ ഇതോടുകൂടി നല്ലൊരു ഭാരവാഹി സംവിധാനത്തോട് മുന്നോട്ട് പോകാൻ സാധിച്ചു.
അതിലുപരിയമായ എൻ്റെ ഇബ്രാഹിം കോയ ഉൾപ്പെടെയുള്ള നമ്മുടെ കെ ഫൈറോസാക്ക് ഇതിൻ്റെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. മറ്റൊരുപാട് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ നിറഞ്ഞ സാന്നിധ്യം ഇതിലുണ്ട്. നമുക്കിതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ കൂട്ടായി 7 വർഷം കഴിഞ്ഞു, 8ാം വർഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കൊച്ചു പ്രവർത്തകർ നാട്ടിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് മതവും രാഷ്ട്രീയവും ഒക്കെ വെച്ച് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഈ ഗ്രൂപ്പിനെ നല്ലതിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എൻ്റെ കൂട്ടായി എന്ന ഈ സംഘടനയിലൂടെ നമുക്കുണ്ടാക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നമ്മുടെ അനീഫക്ക, അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വെച്ചാൽ അദ്ദേഹത്തിന് നിലപാടിൻ്റെ രാജകുമാരൻ തന്നെ പറയാം. കാരണം ബന്ധത്തിലായാലും സുഹൃത്തുക്കളിലായാലും ആരോടായാലും ഗ്രൂപ്പിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് അദ്ദേഹം എടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ സമീപനം അതാണ്. എനിക്ക് വരെ അദ്ദേഹത്തോട് ദേഷ്യം തോന്നിയിട്ട് ഞാൻ എന്താ പറയുന്നത്, പറയാതിരിക്കാൻ വയ്യല്ലോ. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹം എടുക്കുന്ന സമീപനമാണ് ഈ ഗ്രൂപ്പിനെ നല്ല വഴിക്ക് നയിക്കാൻ എടുത്ത സമീപനമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരു പറ്റം നമ്മുടെ ആളുകളുടെ അകമൊഴിഞ്ഞ പിന്തുണ. നമ്മുടെ ഈ നമുക്കറിയാം, നമ്മുടെ വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം റംസാനിൽ മറ്റേ 400-ലേറെ ആളുകൾക്ക് 1000 രൂപയുടെ കിറ്റ് കൊടുക്കാൻ സാധിച്ചു. ഇതൊക്കെ പ്രവാസികളായ ഒരു പറ്റം ആളുകളുടെ അകമൊഴിഞ്ഞ പിന്തുണ. ഇപ്പോൾ ഇവരെ പോലെയുള്ള അഡ്മിന്മാർ പ്രവാസികളുടെ വലിയ ഒരു സംഭാവന അതിലേക്കുണ്ടാകണം. അവരുടെ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രയാസമേറിയ നമ്മുടെ കൂട്ടായിലെ മറ്റേ 400-ലേറെ ആളുകൾക്ക് അവർ കിറ്റ് കൊടുക്കാൻ സാധിച്ചു. കിറ്റ് പഴയമായിരുന്നു. നമ്മൾ എൻ്റെ കൂട്ടായിക്ക് അഭിമാനിക്കാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടായിയാണ് ആദ്യമായിട്ട് ഈ സംഘടനാ സംവിധാനം കൊണ്ടുവരുന്നത്. എന്ത്, നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന ആളെ ഫോട്ടോത്തിന് മുമ്പ് കൊണ്ടുവരരുതെന്ന്. കൊടുക്കുന്ന ആളെ നമ്മൾ സഹായം കൊടുക്കുന്ന ആളെ ഒരു കാരണവശാലും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരരുത്. ആ സഹായം നമ്മൾ ഭാരവാഹികൾ ആരെങ്കിലും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ശേഷമാണ് ഒരുപാട് സംഘടനകൾ അത് ഏറ്റെടുത്തത്. അതുപോലെയാണ് നമ്മുടെ ഒരു സക്കാത്ത് സെല്ല് എന്ന് പറഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. എൻ്റെ കൂട്ടായിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അലാവുദ്ദീൻ മാഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ CMT മഷൂദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ സക്കാത്ത് സെല്ല് 10 ലക്ഷത്തിലേറെ അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇതൊന്നും പബ്ലിസിറ്റി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രയാസമേറിയ അവരുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക്, വീടിൻ്റെ റിപ്പയർ വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേദന അനുഭവിക്കുന്ന അത്തരം ചില ആളുകൾക്ക് ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ നല്ല വസ്ത്രം ധരിക്കും. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. പല ആളുകളുടെയും പൊതുപ്രവർത്തകരായാലും നാട്ടിലെ പല ആളുകളെ സംബന്ധിച്ച് അറിയില്ല. അവരറിഞ്ഞും കൊണ്ട് അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് ഒരു സഹായം കൊടുക്കുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10 ലക്ഷത്തിലേറെ രൂപ അതിനു വേണ്ടി ചെലവ് ചെയ്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്തെ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ ആദരിക്കപ്പെടുന്നു. ഉന്നതമായ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നു. ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തുന്നു. കുടുംബസംഘങ്ങൾ നമുക്കറിയാം. നമ്മൾ ഒരു സംഘടനക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ തിരൂർ ടൗൺ ഹാളിൽ പോയിട്ടാണ് വലിയ രീതിയിലുള്ള നമ്മുടെ കൂട്ടായിലെ ഒരുവിധം എല്ലാ കുടുംബങ്ങളും, ഇപ്പം നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളും മറ്റും ചെറിയ കുടുംബങ്ങളായിട്ട് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളുള്ളവരല്ല നമ്മൾ. അപ്പോൾ ഇവരൊക്കെ വ്യത്യസ്തമായ സ്ഥലത്താണ്. അപ്പോൾ കൂട്ടായിക്കാരെന്ന് നോക്കിയാൽ ഒരു പക്ഷെ പല ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടായിക്കാരെ താമസിക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ എൻ്റെ കൂട്ടായി എന്ന സംഘടന രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിലോ ഒക്കെ ഒന്ന് ഇതുപോലെ കൂടിച്ചേരൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ കൂട്ടായി പോലുള്ള സംഘടന എല്ലാവർക്കും മാതൃകയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആനുകാലികമായിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിന് വേണ്ടി സമർപ്പിക്കാനുണ്ട്. അതേതായാലും നമ്മുടെ തോയിറലി നമ്മുടെ ഇത് കമ്മിറ്റിയുടെ ട്രഷറാണ്. അദ്ദേഹം ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്ന, നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളൊരു പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ വെക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നടത്തിയ പ്രളയമായാലും നമ്മുടെ കൊറോണ കാലഘട്ടത്തായാലും ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട്. അതിലേക്കൊന്നും
കിടക്കുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും നന്മയേറിയ പ്രവർത്തനത്തിന് എല്ലാവരുടെയും കൂട്ടമായ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ പുരുഷോത്തൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ആദ്യകാല ഭാരവാഹികളും ഇപ്പം നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ എല്ലാം ഇതിന്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജനഗ്രൂപ്പിലെ മെമ്പർമാർ എല്ലാവരുടെയും നിറഞ്ഞ സാന്നിധ്യമുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിന് നമുക്ക് വരും കാലങ്ങളിൽ ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുൻ ഭാരവാഹികളായ അലാവുദ്ദീൻ മാഷ്, നമ്മുടെ TBR കൂട്ടായി, പ്രിയപ്പെട്ട നമ്മുടെ BSNL സിദ്ദിഖ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെറിയ രീതിയിലൊരു ഉപഹാരം നമ്മൾ ഇവിടെ വെച്ച് നൽകുന്നുണ്ട്. ആ ഉപഹാരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ, അതുപോലെ നമ്മുടെ മുൻ അഡ്മിൻ പാനൽ അംഗങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ, അദ്ദേഹത്തിൻ്റെ അമ്മാവന് അത് സ്വീകരിക്കും. അതുപോലെ നമ്മുടെ റഹീം മരക്കാർ, അതിലുപരിയുമായിട്ട് നമ്മുടെ സീനിയർ മെമ്പർ, നമ്മുടെ ഗ്രൂപ്പിലെ ചില സമയങ്ങളിൽ ഗ്രൂപ്പിലൊക്കെ ചില സമയത്ത് നമുക്കൊരു ദുഃഖം പോലെയാണ്. അവിടെയൊക്കെ ഊർജ്ജസ്രം എന്തെങ്കിലും ഒന്ന് ഇട്ട് ഊർജ്ജമായ വാക്കിലൂടെ ഈ ഗ്രൂപ്പിനെ, ഈ സംഘടനയെ ഊർജ്ജപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മുതിർന്ന കാരണവർ പ്രിയപ്പെട്ട അലിക്കുട്ടിയാക്കാനെ ഞങ്ങളൊരു പൊന്നാട അണിയിച്ച് ഈ വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആദരിക്കപ്പെടേണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ സംഘടനയിലുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ കണ്ടെത്തി വരും കാലങ്ങളിൽ അവരുടെയൊക്കെ പ്രവർത്തന മികവ് കൊണ്ട് ആദരിക്കപ്പെടേണ്ടവരെ ആദരിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എൻ്റെ കൂട്ടായിയുടെ നല്ല പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഉപദേശ